നിതിൻ, ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാനാകുമോ? ഉത്തരവ് ജയിലിലേക്ക് എത്തിച്ചോ? അമൃത, നിലവിൽ ഈ ഉത്തരവ് ജയിലിൽ എത്തിച്ചിട്ടില്ല. പക്ഷേ മെയിലിൽ കൂടി ഈ കോടതി ഉത്തരവ് ഈ ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യത്തിൻ്റെ പ്രാരംഭ നടപടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അകത്ത് അല്പസമയത്തിലുള്ള ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യ ഉത്തരവ് എത്തിച്ച ശേഷം അവിടെ നിന്നാണ് ജില്ലാ ജയിലിലേക്ക് ജാമ്യ ഉത്തരവ് എത്തിക്കുന്നത്. എനിക്ക് 5:30 മുൻപ് തന്നെ ജാമ്യ ഉത്തരവ് ഇവിടെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ 6 മണിക്ക് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇപ്പോൾ ഒപ്പം തന്നെ ഈ മെൻസ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ ഒരുപാട് ആളുകൾ. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? പാലക്കാട് നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നത്. ബോബി ചെമ്മണ്ണൂർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തെറ്റും ശരിയൊക്കെ കോടതിയല്ലേ നോക്കണത്. കോടതി പറഞ്ഞത് തെറ്റാണെന്നാണ് ഞങ്ങളുടെ ഇതിൽ പ്രകാരം ഞങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കോടതി പറഞ്ഞത് തെറ്റാണെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ കോടതി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോൾ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് വാക്കുകളാണ് കേൾക്കുന്നത്. ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷവും ഇതേപോലെ തന്നെ ഇന്നലെ വരെ ഉണ്ടായ അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അതേ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കട്ടെ എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്.